Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ പ്രീസ്റ്റ് ആൻഡ് ദ ബേർഡ്സ്, പുരോഹിതനും പക്ഷികളും. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. ദർ ലിവ്ഡ് എ പ്രീസ്റ്റ് ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ സ്പെയിൻ. ദർ ലിവ്ഡ് ജീവിച്ചിരുന്നു, എ പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്നാൽ പള്ളിയിലെ അച്ഛൻ, വികാരി, ഇതൊക്കെയാണ് അർത്ഥം. പുരോഹിതൻ. ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ. ഇൻ സ്പെയിൻ, സ്പെയിനിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പുരോഹിതൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി ഓൾഡ്. അദ്ദേഹം വളരെ പ്രായം ചെന്ന വ്യക്തിയായിരുന്നു. ദർ വാസ് എ ബിഗ് ഓർച്ചേർഡ് നിയർ ദ ചേർച്ച്. ദർ വാസ് ഉണ്ടായിരുന്നു, എ ബിഗ് ഓർച്ചേർഡ്. ഓർച്ചേർഡ് എന്നാൽ കായ്ക്കനിത്തോട്ടം, ഫലവൃക്ഷങ്ങൾ വളരുന്ന ഒരു വളപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. നിയർ ദ ചേർച്ച് എന്നാൽ ദേവാലയത്തിന് അടുത്തായിട്ട്. ചേർച്ച് എന്നാൽ ദേവാലയം. ദേവാലയത്തിന് അടുത്തായിട്ട് ഒരു കായ്ക്കനിത്തോട്ടം ഉണ്ടായിരുന്നു. ആൻഡ് ഹിസ് കോട്ടേജ് വാസ് ഇൻ ദ ഓപ്പൺ ഫീൽഡ് ബിറ്റ്വീൻ ദ ചേർച്ച് ആൻഡ് ദ ഓർച്ചേർഡ്. ആൻഡ് ഹിസ് കോട്ടേജ് എന്നാൽ കുടിൽ, അദ്ദേഹം താമസിക്കുന്ന കുടിൽ. വാസ് ഇൻ ദ ഓപ്പൺ ഫീൽഡ്. ഓപ്പൺ ഫീൽഡ് എന്നാൽ അർത്ഥം തുറസായ സ്ഥലം എന്നാണ്. ബിറ്റ്വീൻ എന്നാൽ ഇടയിൽ. ദ ചേർച്ച് ആൻഡ് ദ ഓർച്ചേർഡ്, ആ കായ്ക്കനിത്തോട്ടത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ഇടയിൽ ഒരു തുറസായ സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിക്കുന്ന കുടിൽ. ലിറ്റിൽ ബോയ്സ് ആൻഡ് ഗേൾസ് യൂസ്ഡ് ടു കം ടു സ്റ്റീൽ ഫ്രൂട്ട്സ് ഫ്രം ദ ഓർച്ചേർഡ്. ലിറ്റിൽ ബോയ്സ് ആൻഡ് ഗേൾസ്, ചെറിയ ആൺകുട്ടികളും ചെറിയ പെൺകുട്ടികളും. യൂസ് ടു കം എന്നാൽ വരാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇത് എഴുതുമ്പോൾ യൂസ്ഡ് ടു എന്നാണ് എഴുതുക, പക്ഷേ ഡി സൈലൻ്റ് ആയിരിക്കും. യൂസ് ടു എന്നാണ് വായിക്കുക. യൂസ് ടു കം, വരാറുണ്ടായിരുന്നു. ടു സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക, മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, പഴങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി. ഫ്രം ദ ഓർച്ചേർഡ്, ആ കായ്ക്കനിത്തോട്ടത്തിൽ നിന്നും പഴങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടേക്ക് വരാറുണ്ടായിരുന്നു. ദ പ്രീസ്റ്റ് saw them, but he never shouted at them or punished them. ദ പ്രീസ്റ്റ് saw them, ആ പുരോഹിതൻ അവരെ കണ്ടിരുന്നു. പക്ഷേ he never shouted, അദ്ദേഹം ഒരിക്കലും ഒച്ച വച്ചില്ല, ആക്രോശിച്ചില്ല. at them, അവർക്ക് നേരെ, അവരോട് ആക്രോശിച്ചില്ല. or punished them, അവരെ ശിക്ഷിക്കുകയും ചെയ്തില്ല. അദ്ദേഹം ഒരിക്കലും അവരോട് ആക്രോശിക്കുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്തില്ല. ഹി ന്യൂ ദാറ്റ് ബേർഡ്സ് ഡിസ്ട്രോയ് മോർ ഫ്രൂട്ട്സ് ദാൻ ചിൽഡ്രൻ. ഹി ന്യൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ദാറ്റ് ബേർഡ്സ് ഡിസ്ട്രോയ്, പക്ഷികൾ. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക, പക്ഷികൾ നശിപ്പിക്കുന്നുണ്ട്. മോർ ഫ്രൂട്ട്സ്, കൂടുതൽ പഴങ്ങൾ. ദാൻ ചിൽഡ്രൻ, കുട്ടികൾ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ പഴങ്ങൾ പക്ഷികൾ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ ഹി ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ ആൻഡ് സ്മൈൽഡ്. സോ ആയതിനാൽ ഹി ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ, അദ്ദേഹം കുട്ടികളെ നോക്കി. ആൻഡ് സ്മൈൽഡ്, കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. ഹൺഡ്രഡ്സ് ഓഫ് ബേർഡ്സ്, നൂറുകണക്കിന് പക്ഷികൾ. കെയിം ടു ദ ഓർച്ചേർഡ്, നൂറുകണക്കിന് പക്ഷികൾ ആ കായ്ക്കനിത്തോട്ടത്തിലേക്ക് വന്നു. ഇൻ ദ സ്പ്രിംഗ് എന്നാൽ വസന്തകാലം. എവരി ഇയർ, എല്ലാ വർഷവും വസന്തകാലത്ത് ഒരു നൂറുകണക്കിന് പക്ഷികൾ അങ്ങോട്ട് വരുമായിരുന്നു. ദേ ബിൽറ്റ് നെസ്റ്റ്സ് ഇൻ ദ ഹോൾസ് ഓഫ് ദ ചേർച്ച് വോൾ ഓർ ഇൻ ദ ഹോളോ ട്രങ്ക്സ് ഓഫ് ട്രീസ്. അവർ, ആ പക്ഷികൾ, ബിൽറ്റ് നിർമ്മിച്ചിരുന്നു. നെസ്റ്റ് എന്നാൽ പക്ഷിക്കൂട് എന്നാണ് അർത്ഥം. നെസ്റ്റ്, പക്ഷിക്കൂടുകൾ അവർ നിർമ്മിച്ചിരുന്നു. ഇൻ ദ ഹോൾസ്, മാളങ്ങളിൽ. ഓഫ് ദ ചേർച്ചിൻ്റെ മാളങ്ങളിൽ എന്താണ്, ആ പക്ഷികൾ കൂടുകൾ ഉണ്ടാക്കിയിരുന്നു. ഹോൾ എന്നതിന് മറ്റൊരർത്ഥം കുഴി, വിള്ളൽ, തുള, സുഷിരം, ഇതൊക്കെയാണ്. ഓർ ഇൻ ദ ഹോളോ ട്രങ്ക്സ്,
ഹോളോ എന്നാൽ പോട് എന്നുള്ള അർത്ഥമാണ്. ട്രങ്ക്സ് ഓഫ് ട്രീസ്, മരങ്ങളുടെ ശിഖരങ്ങളിലുള്ള പൊത്തുകളിലും അവറ്റകൾ കൂടുകൾ നിർമ്മിച്ചിരുന്നു. സംടൈംസ് ദേ ബിൽറ്റ് നെസ്റ്റ്സ് അപ്പോൺ ഓർ വിത്തിൻ ദ പ്രീസ്റ്റ് കോട്ടേജ്. സംടൈംസ് ചിലപ്പോൾ, ദേ ബിൽറ്റ് അവർ നിർമ്മിച്ചു, നെസ്റ്റ്സ് കൂടുകൾ, അപ്പോൺ ഓർ വിത്തിൻ ദ പ്രീസ്റ്റ് കോട്ടേജ് ചില സമയങ്ങളിൽ അവകൾ കൂടുകൾ ഉണ്ടാക്കിയിരുന്നത് ആ കോട്ടേജിന് അടുത്തായിട്ടോ അല്ലെങ്കിൽ ആ കോട്ടേജിൽ തന്നെയോ ആയിരുന്നു. ദാറ്റ് ഇയർ ടു ദ പ്രീസ്റ്റ് നോട്ടീസ്ഡ് ദാറ്റ് ബേർഡ്സ് ഇൻ പെയർസ് വെർ ബിസി ബിൽഡിംഗ് ദെയർ നെസ്റ്റ്സ്. ദാറ്റ് ഇയർ ടു ആ വർഷവും, ദ പ്രീസ്റ്റ് നോട്ടീസ്ഡ് പുരോഹിതൻ നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു, ദാറ്റ് ബേർഡ്സ് ഇൻ പെയർസ് ജോഡികളായിട്ടുള്ള പക്ഷികൾ വേർ ബിസി തിരക്കിലായിരുന്നു, ബിൽഡിംഗ് ദെയർ നെസ്റ്റ്സ് രണ്ട് ജോഡികളായിട്ടുള്ള പക്ഷികൾ കൂടുകൾ ഉണ്ടാക്കുന്ന തിരക്കിൽ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ദേ ബ്രോട്ട് വൂൾ, ഫെതേഴ്സ്, കോട്ടൺ വിഗ്സ് ആൻഡ് കോട്ട്സ് ഇൻ ദെയർ ബീക്സ്. ദേ ബ്രോട്ട്, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ദേ ബ്രോട്ട് ആ പക്ഷികൾ ബ്രോട്ട് കൊണ്ടുവന്നു. വൂൾ എന്നതിൻ്റെ അർത്ഥം കമ്പിളി, ചെമ്മരിയാടിൻ രോമം ഇതൊക്കെയാണ്. ഫെതേഴ്സ് തൂവലുകൾ. വിഗ്സ് എന്നാൽ ചുള്ളികൾ, ചുള്ളിക്കമ്പുകൾ. ആൻഡ് കോഡ് എന്നാൽ ഇവിടെ അർത്ഥം വള്ളി എന്നുള്ള അർത്ഥമാണ്. വള്ളി, ചരട് ഇതൊക്കെയാണ്. ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആ പക്ഷികൾ കൊണ്ടുവന്നു. ഇൻ ദെയർ ബീക്സ്. ബീക്ക് എന്നതിൻ്റെ അർത്ഥം പക്ഷിയുടെ ചുണ്ട് എന്നുള്ള അർത്ഥമാണ്. അവരുടെ ചുണ്ടുകളിൽ ഈ പറയപ്പെടുന്ന വസ്തുക്കളൊക്കെ അവറ്റകൾ കൊണ്ടുവന്നു. ഹി ഹേർഡ് ദ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് ഓൾ ഡേ. ഹി ഹേർഡ് ആ പുരോഹിതൻ കേട്ടു. ദ ചേർപ്പിംഗ് സൗണ്ട്, ചേർപ്പ് എന്നാൽ കൂവുക, ചിലയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് ആ പക്ഷികളുടെ ചിലയ്ക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഓൾ ഡേ ദിവസം മുഴുവനും. സൂൺ വൈകാതെ. ദർ വേർ നെസ്റ്റ്സ് എവരിവേർ അവിടെ എല്ലായിടത്തും പക്ഷിക്കൂടുകൾ ഉണ്ടായി. വൺ ഡേ ദ പ്രീറ്റ്സ് ഹെൽപ്പർ ബേസ്റ്റ് ഇൻ ടു ഹിസ് റൂം. വൺ ഡേ ഒരു ദിവസം. ദ പ്രീറ്റ്സ് ഹെൽപ്പർ എന്നാൽ സഹായി, ആ പുരോഹിതൻ്റെ സഹായി. ബേസ്റ്റ് ഇൻ ടു ഹിസ് റൂം. ബേസ്റ്റ് ഇൻ ടു റൂം എന്നതിൻ്റെ അർത്ഥം മുന്നറിയിപ്പൊന്നും കൂടാതെ തള്ളിക്കയറുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അർത്ഥം അദ്ദേഹത്തിൻ്റെ സഹായി പെട്ടെന്ന് റൂമിലേക്ക്, ഒന്നും പറയാതെ പെട്ടെന്ന് റൂമിലേക്ക് തള്ളിക്കയറി. ദേ ഹാവ് ഡൺ ഇറ്റ് സാർ, ഷീ ക്രൈഡ്. ദേ ഹാവ് ഡൺ ഇറ്റ് അവർ അത് ചെയ്തിട്ടുണ്ട്. സാർ, ഷീ ക്രൈഡ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹു ആര്, ജൂലി ആ കുട്ടിയുടെ പേരാണ്, ആ സഹായിയുടെ. അവളെ വിളിച്ചിട്ട് പറയുകയാണ് ഹു ആര്. ആസ്ക്ഡ് ദ പ്രീസ്റ്റ്. ആസ്ക്ഡ് ചോദിച്ചു. ദ പ്രീസ്റ്റ് ആ പുരോഹിതൻ ചോദിച്ചു. ദ ബേർഡ്സ്, ഷീ സെഡ് അവൾ പറഞ്ഞു, പക്ഷികളാണ്. ദ പ്രീസ്റ്റ് ആസ്ക്ഡ് ആ പുരോഹിതൻ ആസ്ക്ഡ് ചോദിച്ചു. വാട്ട് ഹാവ് ദേ ഡൺ അവർ എന്താണ് ചെയ്തിട്ടുള്ളത്. ഷീ സെഡ് ദേ ഹാവ് ബിൽറ്റ് എ നെസ്റ്റ് ഇൻ ദ ലെറ്റർ ബോക്സ്. ഷീ സെഡ് അവൾ പറഞ്ഞു. ദേ ഹാവ് ബിൽറ്റ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. എ നെസ്റ്റ് ഒരു പക്ഷിക്കൂട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇൻ ദ ലെറ്റർ ബോക്സ് ലെറ്റർ ബോക്സിന് അകത്തായിട്ട് അവർ ഒരു പക്ഷിക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. ഐ ഓപ്പൺഡ് ഇറ്റ് ടു സീ ഇഫ് ദർ വാസ് എനി ലെറ്റർ ഫോർ യു. ഐ ഓപ്പൺഡ് ഞാൻ തുറന്നു. ആ സഹായിയായിട്ടുള്ള പെൺകുട്ടി പറയുകയാണ് പുരോഹിതനോട്. ഐ ഓപ്പൺഡ് ഞാൻ തുറന്നു. ഇറ്റ് അത് ആ ലെറ്റർ ബോക്സ്. ടു സീ നോക്കാൻ വേണ്ടി. ഇഫ് ദർ വാസ് എനി ലെറ്റർ ഫോർ യു നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും കത്തുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പെട്ടി തുറന്നു. ഐ സോ ദർ ബിറ്റ്സ് ഓഫ് പേപ്പർ, കോട്ടൺ, വൂൾ ആൻഡ് വേരിയസ് അതർ ആർട്ടിക്കിൾസ്. ഐ സോ ഞാൻ കണ്ടു. ദർ ഞാൻ അതിനുള്ളിൽ കണ്ടു. ബിറ്റ്സ് ഓഫ് പേപ്പർ തുണ്ട്, കഷ്ണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ബിറ്റ്സ് പേപ്പറിൻ കഷ്ണങ്ങൾ കണ്ടു. കോട്ടൺ, വൂൾ ചെമ്മരിയാടിൻ രോമം, വൂൾ ആൻഡ് വേരിയസ് അതർ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്നതിന്
വസ്തുക്കൾ, ലേഖനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളും അതിനകത്ത് ഞാൻ കണ്ടു. ദ ഓൾഡ് പ്രീസ്റ്റ് ലാഫ്ഡ്. ആ വൃദ്ധനായ പുരോഹിതൻ ലാഫ്ഡ് ചിരിച്ചു. ഹി വെൻറ്റ് ആൻഡ് പീപ്ഡ് ഇൻ ടു ദ ലെറ്റർ ബോക്സ്. ഹി വെൻറ്റ് അദ്ദേഹം പോയി, ആൻഡ് പീപ്ഡ്, പീപ്പ് എന്നാൽ എത്തി നോക്കുക എന്നാണ് ഇവിടെ അർത്ഥം. പീപ്ഡ് എത്തി നോക്കി, അദ്ദേഹം പോയി എത്തി നോക്കി. ഇൻ ടു ദ ലെറ്റർ ബോക്സ്, ആ ലെറ്റർ ബോക്സിനകത്തേക്ക് അദ്ദേഹം എത്തി നോക്കി. ദർ വേർ ടു ബിസി ബേർഡ്സ് ഇൻസൈഡ്. ദർ വേർ അവിടെ ഉണ്ടായിരുന്നു, ടു ബിസി ബേർഡ്സ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പക്ഷികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇൻസൈഡ് എന്നാൽ അകത്ത്. ദേ വേർ ബിൽഡിംഗ് ദെയർ നെസ്റ്റ്. അവർ അവരുടെ കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലോക്ക്ഡ് ദ ലെറ്റർ ബോക്സ് ആൻഡ് ഫോർബേഡ് ജൂലി ടു ഡിസ്റ്റർബ് ദ ബേർഡ്സ്. ഹി ലോക്ക്ഡ്, ലോക്ക് എന്നാൽ പൂട്ടുക. ഹി ലോക്ക്ഡ് അദ്ദേഹം പൂട്ടി. ദ ലെറ്റർ ബോക്സ് ആ ലെറ്റർ ബോക്സ് അദ്ദേഹം പൂട്ടി. ആൻഡ് ഫോർബേഡ് അദ്ദേഹം നിഷേധിച്ചു. ജൂലിയെ തടഞ്ഞു. ടു ഡിസ്റ്റർബ് ദ ബേർഡ്സ് ആ പക്ഷികളെ ശല്യം ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹം ജൂലിയെ തടഞ്ഞു. ദ പ്രീസ്റ്റ് ലുക്ക്ഡ് അറ്റ് ജൂലി ആൻഡ് സെഡ്. ദ പ്രീസ്റ്റ് ആ പുരോഹിതൻ ലുക്ക്ഡ് അറ്റ് ജൂലിയെ നോക്കി. ആൻഡ് സെഡ് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലെറ്റ് ദ ബേർഡ്സ് ബി ജൂലിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ലെറ്റ് ദ ബേർഡ്സ് ബി ആ പക്ഷികൾ അവിടെ നിൽക്കട്ടെ. ദേ ഹാം നീദർ ദ ഓർച്ചേർഡ് നോർ അസ്. നീദർ നോർ എന്നുള്ളത് അതുമില്ല ഇതുമില്ല എന്നുള്ള അർത്ഥമാണ്. ഈ പറഞ്ഞതിൽ രണ്ടുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാനാണത് ഉപയോഗിക്കുന്നത്. ഹാം എന്നാൽ ദ്രോഹിക്കുക എന്നാണ് അർത്ഥം. അവർ ആ പക്ഷികൾ നമുക്കോ അല്ലെങ്കിൽ ആ കായ്ക്കനിത്തോട്ടത്തിനോ ഒരു ദ്രോഹവും വരുത്തുന്നില്ല. നമ്മളെയും ദ്രോഹിക്കുന്നില്ല, അതുപോലെ ആ കായ്ക്കനിത്തോട്ടത്തെയും അവകൾ ദ്രോഹിക്കുന്നില്ല. അസ് എന്നാൽ നമ്മളെ. ഇൻ ദയർ ടൈനി നെസ്റ്റ്. ടൈനി എന്നാൽ കുഞ്ഞായ എന്നുള്ള അർത്ഥമാണ്. നെസ്റ്റ് എന്നാൽ പക്ഷിക്കൂട്. ഇൻ ദയർ ടൈനി നെസ്റ്റ് അവരുടെ ആ ചെറുതായിട്ടുള്ള പക്ഷിക്കൂടിൽ വെച്ച്. ദേ ടീച്ച് അസ് അവർ നമ്മളെ. ടീച്ച് അസ് പഠിപ്പിക്കുന്നു. എ ലെസൺ ഒരു പാഠം പഠിപ്പിക്കുന്നു. എന്തിൻ്റെയൊക്കെയാണ് പാഠം? ഓഫ് പീസ് ആൻഡ് പേഷ്യൻസ് ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും ഒരു പാഠമാണ് ആ പക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഡോണ്ട് ഡിസ്റ്റർബ് ദെയർ ഹോം ഇൻ ദ ലെറ്റർ ബോക്സ്. ആയതിനാൽ ആ ലെറ്റർ ബോക്സിന് ഉള്ളിലുള്ള ആ പക്ഷിക്കൂടിന് കുഴപ്പം വരുത്തരുത്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ദ പ്രീസ്റ്റ് നോട്ടീസ്ഡ് ദാറ്റ് ദ ഫാദർ ബേർഡ് ഫ്ലൈയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലെറ്റർ ബോക്സ്. ദ പ്രീസ്റ്റ് ആ പുരോഹിതൻ നോട്ടീസ്ഡ് ശ്രദ്ധിച്ചു. ദാറ്റ് ദ ഫാദർ ബേർഡ് അച്ഛനായിട്ടുള്ള പക്ഷി ഫ്ലൈയിങ് പറക്കുന്നു. ഇൻ അകത്തേക്ക്, ആൻഡ് ഔട്ട് പുറത്തേക്ക്, ഓഫ് ദ ലെറ്റർ ബോക്സ് ആ ലെറ്റർ ബോക്സിൻ്റെ അകത്തേക്ക് പറക്കുന്നതായിട്ടും പുറത്തേക്ക് പറന്നു പോകുന്നതായിട്ടും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇറ്റ് മെൻറ്റ് ദാറ്റ് ദ മദർ ബേർഡ് വാസ് സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്. ഇറ്റ് മെൻറ്റ് ദാറ്റ് അത് സൂചിപ്പിക്കുന്നുണ്ട്. ദ മദർ ബേർഡ് അമ്മയായിട്ടുള്ള പക്ഷി വാസ് സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ് ആ അമ്മയായിട്ടുള്ള പക്ഷി മുട്ട അടയിരിക്കുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ദ പ്രീസ്റ്റ് ആൻഡ് ജൂലി ഹേർഡ് ദ ചീപ്പിംഗ് ഓഫ് ദ ലിറ്റിൽ വൺസ്. ദ പ്രീസ്റ്റ് ആൻഡ് ജൂലി പുരോഹിതനും ജൂലിയും ഹേർഡ് എന്നാൽ കേട്ടു. ദ ചീപ്പിംഗ് ഓഫ് ദ ലിറ്റിൽ വൺസ്. ലിറ്റിൽ വൺസ് എന്നാൽ ഇവിടെ പക്ഷിക്കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ചീപ്പ് എന്നാൽ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, അവറ്റകളുടെ ആ കരച്ചിലുകൾ ജൂലിയും പുരോഹിതനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടു. ഫോർ 3 weeks 3 ആഴ്ചയോളം. ദ ബേർഡ്സ് ഫ്ലൂ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലെറ്റർ ബോക്സ്. ദ ബേർഡ്സ് പക്ഷികൾ ഫ്ലൂ എന്നാൽ പറന്നു. ഇൻ അകത്തേക്ക്, ആൻഡ് ഔട്ട് പുറത്തേക്കും, ഔട്ട് ഓഫ് ദ ലെറ്റർ ബോക്സ് ആ ലെറ്റർ ബോക്സിൻ്റെ അകത്തേക്കും പുറത്തേക്കും 3 ആഴ്ചകളോളം ആ പക്ഷികൾ പറന്നു. ദേ ക്യാരീഡ് ഫുഡ് ഫോർ ദയർ ലിറ്റിൽ വൺസ്. ദേ ക്യാരി എന്നാൽ ചുമക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകുക, ഇതൊക്കെയാണ് അർത്ഥം. ദേ ക്യാരീഡ് അവർ കൊണ്ടുപോയി. ഫുഡ് ഭക്ഷണം.
ഫോർ ദെയർ ലിറ്റിൽ വൺസ്, അവറ്റകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവറ്റകൾ ആ ഭക്ഷണം എന്താണ് ആ ലെറ്റർ ബോക്സിനകത്തേക്ക് കൊണ്ടുപോയി. ദെൻ വൺ ഡേ, പിന്നീട് ഒരു ദിവസം, ദ പ്രീസ്റ്റ് സോ ലിറ്റിൽ വൺസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ലെറ്റർ ബോക്സ്. ദ പ്രീസ്റ്റ് സോ, പുരോഹിതൻ, സോ കണ്ടു, ലിറ്റിൽ വൺസ് ആ ചെറിയ കുഞ്ഞുങ്ങൾ, കമ്മിങ് ഔട്ട് ഓഫ് ദ ലെറ്റർ ബോക്സ് ആ ലെറ്റർ ബോക്സിനകത്ത് നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഹി കൗണ്ടഡ് ദം ഫോർ, കൗണ്ട് എന്നാൽ എണ്ണുക, ഹി കൗണ്ടഡ് അദ്ദേഹം എണ്ണി, ദം അവറ്റകളെ, ഫോർ എന്താണ് എണ്ണി, അവറ്റകൾ 4 ഉണ്ടായിരുന്നു. ഹി സെഡ് ടു ജൂലി, അദ്ദേഹം ജൂലിയോട് പറഞ്ഞു, ഇൻ എ ഡേ ഓർ ടു, 1-2 ദിവസത്തിനുള്ളിൽ, ദേ വിൽ ഫ്ലൈ അവേ അവറ്റകൾ പറന്നു പോകും. ദ നെക്സ്റ്റ് മോർണിംഗ് ഹി വെൻറ്റ് ടു ദ ലെറ്റർ ബോക്സ് ആൻഡ് നോക്ക്ഡ് ഓൺ ഇറ്റ്. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ, ഹി വെൻറ്റ് ടു ദ ലെറ്റർ ബോക്സ് അദ്ദേഹം ആ ലെറ്റർ ബോക്സിനടുത്തേക്ക് പോയി. ആൻഡ് നോക്ക്ഡ് ഓൺ ഇറ്റ്, നോക്ക് എന്നാൽ മുട്ടുക, ആൻഡ് നോക്ക്ഡ് പോയിട്ട്, നോക്ക്ഡ് മുട്ടി, ഓൺ ഇറ്റ് അതിന്മേൽ മുട്ടി. ദർ വാസ് നോ ചേർപ്പിംഗ് ഇൻസൈഡ്, ദർ വാസ് നോ അവിടെ ഇല്ലായിരുന്നു, ചേർപ്പ് എന്നാൽ പക്ഷി ശബ്ദം, ആ പക്ഷികളുടെ ശബ്ദം അവിടെ ഇല്ലായിരുന്നു, ഇൻസൈഡ് അകത്ത്, അതിനകത്ത് ആ പക്ഷികളുടെ ശബ്ദം ഇല്ലായിരുന്നു. ദ പ്രീസ്റ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫാമിലി ഓഫ് ബേർഡ്സ് ഹാഡ് ഫ്ലോൺ അവേ. ദ പ്രീസ്റ്റ് അണ്ടർസ്റ്റുഡ് ആ പുരോഹിതന് മനസ്സിലായി, ദാറ്റ് ദ ഫാമിലി ഓഫ് ബേർഡ്സ് ആ പക്ഷികളുടെ കുടുംബം, ഹാഡ് ഫ്ലോൺ അവേ അവറ്റകൾ പറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഫ്ലൈ എന്നതിൻ്റെ 3ാമത്തെ രൂപമാണ് ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഇവിടെ ഹാഡിന് ശേഷം 3ാമത്തെ രൂപമാണ് ഉണ്ടാകുക. ആ പക്ഷികൾ പറന്നു പോയി എന്നുള്ളത് ആ പുരോഹിതന് മനസ്സിലായി. ദ പ്രീസ്റ്റ് ഓപ്പൺ ദ ലെറ്റർ ബോക്സ് ആ പുരോഹിതൻ ആ ലെറ്റർ ബോക്സ് തുറന്നു. ദർ വാസ് എ ലെറ്റർ ഇൻസൈഡ് ദ ലെറ്റർ ബോക്സ് ആ ലെറ്റർ ബോക്സിന് അകത്തായിട്ട് ഒരു കത്ത് ഉണ്ടായിരുന്നു. ദ പ്രീസ്റ്റ് ഓപ്പൺഡ് ദ ലെറ്റർ ക്വിക്ക്ലി ആ പുരോഹിതൻ ആ കത്ത് പെട്ടെന്ന് തുറന്നു. ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന്. ഇറ്റ് കെയിം 3 weeks ago ആ കത്ത് 3 ആഴ്ചകൾക്ക് മുമ്പ് വന്നതായിരുന്നു. ഇറ്റ് വാസ് ദ ഓർഡർ ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് എന്നാൽ ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കൽ. ഓർഡർ എന്നാൽ ഉത്തരവ്. അത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും വിരമിക്കാനുള്ള ഒരു ഉത്തരവ് ആയിരുന്നു. ദ പ്രീസ്റ്റ് സോ ദ ബേർഡ്സ് ഫാമിലി ഓൺ എ ട്രീ. ദ പ്രീസ്റ്റ് ആ പുരോഹിതൻ സോ കണ്ടു, ദ ബേർഡ്സ് ഫാമിലി ആ പക്ഷികളുടെ കുടുംബം, ഓൺ എ ട്രീ ഒരു വൃക്ഷത്തിലിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ദേ വേർ സേയിങ് അവർ പറയുകയായിരുന്നു, താങ്ക് യു നന്ദി ഫാദർ, ഫോർ നോട്ട് ഡിസ്റ്റർബിങ് അസ് ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നതിന് നന്ദി. ദ പ്രീസ്റ്റ് സെഡ് സാഡ്ലി സാഡ്ലി എന്നാൽ ദുഃഖത്തോടെ. ദുഃഖത്തോടെ ആ പുരോഹിതൻ പറഞ്ഞു, ഗുഡ് ബൈ ഫ്രണ്ട്സ്